നമ്മുടെയൊക്കെ വീടുകളിൽ എന്നും ചോറോ അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റംസ് അല്ലേ, എല്ലാം ചോറ് വെച്ചിട്ടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ പൂരി കഴിക്കാമെന്ന് വിചാരിച്ച്, കാരണം ഞാൻ ഇതുവരെ പൂരി ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സംഭവം ഫസ്റ്റ് തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യണ്ട, ഇനി നമുക്ക് ചെറുതായിട്ട് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് അതിനെ പരത്താന്ന്. എൻ്റെ കയ്യിൽ പ്രസ് കേട് വന്നിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പരത്തിയെടുത്തപ്പോൾ ഷേപ്പൊക്കെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഹെൽപ്പർ ജായിദ് ഉണ്ട് കേട്ടോ. അങ്ങനെ സംഭവം ഫസ്റ്റ് എണ്ണയിലിട്ടപ്പോൾ ഞാൻ വിചാരിച്ച ഫ്ലോപ്പായിരുന്നു. എന്നെപ്പോൾ നിങ്ങളും വിചാരിച്ചില്ലേ? എന്നാൽ അങ്ങനെയല്ല. ഞാൻ കരയാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ വിഷമം കണ്ടിട്ട് എന്താണെന്നറിയില്ല, പൂരി അങ്ങോട്ട് പൊന്തി അങ്ങോട്ട് വന്ന് സമാധാനമായി. വേഗം തിന്നുക. ഉണ്ടാക്കിയതൊക്കെ കുഴപ്പമില്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സായിദിനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ, അവനിക്ക് ഞാൻ നെയ്ച്ചോറുണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.